നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങളാണ് പങ്കുവയ്ക്കാനുള്ളത്. കേരള തീരത്ത് നിന്ന് 38 നോട്ടിക്കൽ മൈൽ അകലെ അറബിക്കടലിൽ കപ്പൽ അപകടമുണ്ടായിരിക്കുന്നു. വിഴിഞ്ഞത്ത് നിന്ന് പോയ കപ്പലാണ് അപകടത്തിൽപ്പെട്ടത്. കപ്പൽ ഒരു ഭാഗത്തേക്ക് ചരിയുകയായിരുന്നു. ഇതിൽ നിന്ന് കണ്ടെയ്നറുകൾ കടലിലേക്ക് വീണിട്ടുണ്ട്. കണ്ടെയ്നറുകളിൽ അപകടകരമായ വസ്തുക്കളാണുള്ളത് എന്നാണ് വിവരങ്ങൾ. അതായത് മറൈൻ ഓയിലാണ് ഉള്ളതെന്നും ഇത് കടലിൽ കലരാൻ സാധ്യതയുണ്ടെന്നും കേരള തീരത്തുള്ളവർ ഏറ്റവും കൂടുതൽ ജാഗ്രത പാലിക്കേണ്ട സമയമാണ് ഇതെന്നും ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. അതായത് ഇത് മറൈൻ ഓയിൽ ഗ്യാസ് കടലിൽ കലരുകയാണെങ്കിൽ എണ്ണപ്പാട പോലുള്ള വസ്തുക്കൾ കടലിൽ വെള്ളത്തിലുണ്ടാകും. ഇതിൽ തൊടരുത് എന്നാണ് ഇപ്പോൾ മുന്നറിയിപ്പ്. ഇത് മാത്രമല്ല, ഈ കണ്ടെയ്നറുകൾ തീരത്തടുക്കുകയാണെങ്കിൽ അതിൽ ആരും തുടരുതെന്നും കണ്ടാൽ ഉടൻ തന്നെ 112 എന്ന നമ്പറിൽ വിളിച്ചറിയിക്കണം എന്നുള്ള നിർദ്ദേശമാണ് വന്നിരിക്കുന്നത്. കപ്പലിൽ 24 ജീവനക്കാരാണ് ഉണ്ടായിരുന്നത്. അതിൽ 21 പേരെ രക്ഷപ്പെടുത്തി എന്നുള്ള വിവരങ്ങൾ ഇപ്പോൾ പുറത്തേക്ക് വരുന്നുണ്ട്. ഇനി 3 പേരെ രക്ഷപ്പെടുത്താനുണ്ട്. അവർക്ക് വേണ്ടിയുള്ള രക്ഷാപ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. 9 പേർ ലൈഫ് ജാക്കറ്റുകൾ ഉപയോഗിച്ചാണ് രക്ഷപ്പെട്ടത്. ബാക്കിയുള്ളവരെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി ബോട്ടുകളൊക്കെ അയക്കുകയായിരുന്നു. ഇത് മാത്രമല്ല, നാവികസേന ഹെലികോപ്റ്ററുമായി പുറപ്പെടുകയും ചെയ്തിരുന്നു. വലിയൊരു അപകടമാണ് ഒഴിവായിരിക്കുന്നത്. അതായത് ജീവനക്കാരെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞു എന്നുള്ളത് വലിയൊരു ആശ്വാസമാണ്. എങ്കിലും ഇനിയിപ്പോൾ ഏറ്റവും പ്രയാസം ഈ കപ്പലിലുള്ള കണ്ടെയ്നറുകൾ മാറ്റുക എന്നുള്ളതാണ്. നമുക്കറിയാം, പെട്ടെന്ന് നമുക്ക് റോഡിലൊക്കെ ചെയ്യുന്നത് പോലെ ഒരു അപകടം ഉണ്ടാകുകയാണെങ്കിൽ നമുക്ക് രക്ഷാപ്രവർത്തനം കുറച്ചുകൂടി എളുപ്പമാണ്. എന്നാൽ ഇത് കടലിലായതുകൊണ്ട് തന്നെ 2 ദിവസമെങ്കിലും വേണ്ടി വരും. ഈ കണ്ടെയ്നർ പൂർണ്ണമായും മറ്റൊരു ഷിപ്പിലേക്ക് മാറ്റേണ്ടതുണ്ട്. അപ്പോൾ അതിന് സമയമെടുക്കും. ഈ സമയം അത്രയും ഈ അപകടകരമായ വസ്തുക്കൾ കടലിലേക്ക് കലരുമോ എന്നുള്ളൊരു ആശങ്കയുണ്ട്. അതുകൊണ്ടാണ് തീരത്തുള്ളവർക്ക് ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഒരു കാരണവശാലും കണ്ടെയ്നറുകൾ കണ്ടാൽ അതിൽ തൊടരുത്, എണ്ണപ്പാട പോലെയുള്ള വസ്തുക്കൾ കണ്ടാലും തൊടരുത് എന്നുള്ള നിർദ്ദേശം പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഭയപ്പെടുത്തുന്ന ഒരു വസ്തുത, കപ്പലിൽ നിന്ന് മറൈൻ ഗ്യാസ് ഓയിലും അതുപോലെ തന്നെ വെരി ലോ സൾഫർ ഫ്യൂവൽ ഓയിൽ എന്നിവ ചോർന്നതായും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി പുറപ്പെടുവിച്ചിട്ടുണ്ട്. തീരത്തേക്ക് കണ്ടെയ്നറുകൾ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. കോസ്റ്റ് ഗാർഡ് ഇപ്പോൾ അത് തീരത്തടുക്കുകയാണെങ്കിൽ ഉടൻ തന്നെ മാറ്റുന്നതിനു വേണ്ടിയുള്ള നടപടികൾക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണ്. വിഴിഞ്ഞത്ത് നിന്ന് പോയ MSC എൽസ എന്ന കപ്പലാണ് അപകടത്തിൽപ്പെട്ടത്. ഇന്നലെ ഉച്ചയോടെ വിഴിഞ്ഞത്ത് നിന്ന് പോയ കപ്പലാണ് ഇത്. ഇന്ന് കൊച്ചിയിൽ എത്തേണ്ടതായിരുന്നു. അതിനു മുൻപാണ് അപകടം സംഭവിച്ചിരിക്കുന്നത്. അതായത് ഇതിൽ കാർഗോ കൂടുതലായിരുന്നോ എന്നുള്ള ഒരു സംശയം ഇപ്പോൾ ഉയരുന്നുണ്ട്. പൂർണ്ണമായും ഇത് കടലിൽ മുങ്ങുകയായിരുന്നില്ല, ഒരു ഭാഗം ചരിയുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ചരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കപ്പൽ. അപ്പോൾ ഇനിയും ഒരുപാട് കണ്ടെയ്നറുകൾ കടലിൽ പതിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിനു മുൻപ് തന്നെ കണ്ടെയ്നറുകൾ മറ്റൊരു ഷിപ്പിലേക്ക് മാറ്റാനുള്ള ശ്രമമാണ്, അതീവ ജാഗ്രതയോടെയുള്ള ഒരു ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നാവികസേനയുടെ ഡ്രോണിയർ എന്ന ഹെലികോപ്റ്ററാണ് രക്ഷാപ്രവർത്തനത്തിന് ഉടൻ തന്നെ പുറപ്പെടുകയായിരുന്നു. 6 മുതൽ 8 വരെ കണ്ടെയ്നറുകൾ കടലിൽ വീണിട്ടുണ്ട് എന്നാണ് വിവരങ്ങൾ. എന്നാൽ ഇതൊരു ഭാഗം ചരിഞ്ഞു നിൽക്കുന്നത് കൊണ്ട് ഇനിയും കണ്ടെയ്നറുകൾ കടലിലേക്ക് വീഴാൻ സാധ്യതയുണ്ട്. മധ്യ കേരളം മുതൽ വടക്കൻ കേരളം വരെയാണ് ഇവ എത്താൻ സാധ്യതയുള്ളത്. വടക്കൻ തീരത്തേക്കാൾ തെക്കൻ തീരത്തായിരിക്കും കാർഗോ അടുക്കാൻ സാധ്യതയുള്ളത് എന്നുള്ള ഒരു നിഗമനവും ഇപ്പോൾ ഉണ്ട്. അതുകൊണ്ട് തന്നെ ആ രീതിയിലുള്ള രക്ഷാപ്രവർത്തനത്തിനാണ് നാവികസേനയും ദുരന്ത നിവാരണ അതോറിറ്റിയും കോസ്റ്റ് ഗാർഡും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. തീരദേശത്തുള്ളവരാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധ പാലിക്കേണ്ടത്. കാരണം കടലിൽ കുളിക്കാനും അതുപോലെ തന്നെ മീൻപിടുത്തത്തിനുമൊക്കെ പോകുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവരൊക്കെ ശ്രദ്ധിക്കണം. ഈ ഘട്ടത്തിൽ എണ്ണപ്പാട പോലുള്ള എന്തെങ്കിലും കണ്ടാൽ അതിൽ തൊടരുത് എന്നാണ് മുന്നറിയിപ്പ് കൊടുത്തിരിക്കുന്നത്. ഇത് മാത്രമല്ല, തീരദേശത്ത് താമസിക്കുന്ന കുട്ടികൾ ഉൾപ്പെടെ അവർ കടലിലാണ് ഏറ്റവും കൂടുതൽ കളിക്കുന്നതൊക്കെ. അവരെയൊക്കെ ഇതിൻ്റെ ഒരു ഭീതിപ്പെടുത്തുന്ന വശം പറഞ്ഞു മനസ്സിലാക്കുക. കാരണം അത്തരം വസ്തുക്കൾ കണ്ടാൽ അതിൽ തൊടരുത് എന്നും കഴിവതും കടലിലേക്ക് പോകാതിരിക്കുക എന്നുള്ള ഒരു നിർദ്ദേശം മാതാപിതാക്കൾ അവർക്ക് കൊടുക്കുക എന്നുള്ളതാണ്. തീരദേശ പോലീസിനും മലിനീകരണ നിയന്ത്രണ ബോർഡിനും നിർദ്ദേശം കൈമാറിയിട്ടുണ്ട്. തീരത്തടിഞ്ഞാൽ പൊതുജനങ്ങൾ കാണുന്നതിന് മുൻപ് തന്നെ, ഒരുപക്ഷെ പൊതുജനങ്ങൾ കണ്ടാൽ ഇത് എത്ര പേരിലേക്ക് ഈ വാർത്ത എത്തും എന്നുള്ള ഒരു സംശയവും നമുക്കുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ എല്ലാവരിലേക്കും ഇതെത്താൻ സാധ്യത ഉണ്ടാകണമെന്നില്ല. അതുകൊണ്ട് തന്നെ
ഈ വിവരം പരമാവധി എല്ലാവരിലേക്കും എത്തിക്കുക എന്നുള്ള ഒരു ശ്രമവും കൂടി പൊതുജനങ്ങൾ സ്വീകരിക്കേണ്ടതാണ്. കാരണം അത്രത്തോളം ജാഗ്രത പാലിക്കേണ്ട ഒരു സമയമാണ്. അപകടകരമായ വസ്തുക്കളാണ് കണ്ടെയ്നറിൽ ഉള്ളത്. അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും ജാഗ്രത പാലിക്കണം എന്ന് എടുത്തു പറയുന്നത്. മീൻപിടുത്തത്തിന് പോയ ആൾക്കാരോടും പരമാവധി അവരെ എങ്ങനെയെങ്കിലും അറിയിക്കുക എന്നുള്ളതാണ്. നമുക്കറിയാം, ഇപ്പോൾ തന്നെ കടലിൽ ആഴക്കടലിലേക്ക് പോയിട്ടുള്ള ഒരുപാട് മത്സ്യബന്ധനത്തിന് പോയിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ടാകും. ചിലപ്പോൾ അവർ തിരികെ വരുമ്പോഴായിരിക്കും ഇത്തരത്തിൽ കണ്ടെയ്നറുകൾ ഒഴുകി നടക്കുന്നത്. അതെന്താണ് എന്നറിയാനുള്ള ഒരു ആകാംക്ഷയുടെയൊക്കെ ഒരു ഭാഗമായിട്ട് അവർ ഇതിൽ തൊടുകയോ എന്തെങ്കിലും ചെയ്യാൻ സാധ്യതയുണ്ട്. അവരെയും എത്രയും പെട്ടെന്ന് തീരത്തുള്ളവർ വിവരം അറിയിക്കുക എന്നുള്ള ഒരു മുന്നറിയിപ്പ് കൂടി ഇപ്പോൾ പുറപ്പെടുവിച്ചിട്ടുണ്ട്. അന്താരാഷ്ട്ര പാതയിലൂടെ പോയ കപ്പലിൽ നിന്ന് കടൽക്ഷോഭത്തെ തുടർന്ന് 10ഓളം കണ്ടെയ്നറുകൾ വീണുവെന്നായിരുന്നു ആദ്യം വിവരം പുറത്തു വന്നത്. എന്നാൽ പിന്നീട് ഇതിൽ കൂടുതൽ വീഴാൻ സാധ്യതയുണ്ട് എന്നുള്ള ഒരു നിഗമനവും ഇപ്പോൾ വരുന്നുണ്ട്. ഏറ്റവും ആശങ്ക ജനിപ്പിക്കുന്ന ഒരു നിമിഷത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. കടലിൽ മത്സ്യബന്ധനത്തിന് പോയവർ എത്ര പേരുണ്ട് എന്ന് കൃത്യമായ വിവരം ഇപ്പോൾ കോസ്റ്റ് ഗാർഡ് തെരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവരെ എല്ലാവരെയും വിവരം അറിയിക്കാനുള്ള ഒരു നീക്കം, തീരദേശത്തുള്ള എല്ലാവരിലേക്കും ഈ വിവരം എത്തിക്കാനുള്ള നീക്കവും ഒക്കെ തന്നെ തുടങ്ങിയിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടത് കപ്പലിൽ നിന്ന് കണ്ടെയ്നറുകൾ മാറ്റുക എന്നുള്ളതാണ്. ഇനി ഒരു കണ്ടെയ്നർ പോലും കടലിലേക്ക് വീഴാതെ സുരക്ഷ ഒരുക്കുക എന്നുള്ളതാണ്. പക്ഷേ അവിടെ ഒരു പ്രതിസന്ധിയായി നിൽക്കുന്നത് ഇതൊരു ഭാഗം ചരിഞ്ഞു നിൽക്കുന്നു എന്നുള്ളതാണ്. ഒരു വശത്തേക്കാണ് ചരിഞ്ഞുകൊണ്ടിരിക്കുന്നത്. പൂർണ്ണമായും അതിലേക്ക് വീഴുമോ എന്നുള്ള ഒരു ആദിയും ഉണ്ട്. എന്തായാലും ദുരന്ത നിവാരണ അതോറിറ്റിയുടെയും കോസ്റ്റ് ഗാർഡിൻ്റെയും ഒക്കെ മുന്നറിയിപ്പുകൾ അതുപോലെ തന്നെ എല്ലാവരും പാലിക്കുക എന്നുള്ളതാണ് പറയാനുള്ളത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.